അവർ ചോദിക്കുന്ന ഈസി വേ, ഷോർട്ട് കട്ട്, ഒരു 1 വീക്ക് കൊണ്ട് മൊത്തം കൊളസ്ട്രോളിനെ മാച്ച് കളയുക, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കിച്ചണിൽ നിന്ന് ഒരു ഫുഡിനെ മാത്രം എടുത്ത് കളഞ്ഞതുകൊണ്ട് നമുക്ക് കൊളസ്ട്രോൾ ഒറ്റയടിക്ക് കുറയില്ല. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പാചക രീതിയാണ്, കുക്കിംഗ് മെത്തേഡ്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു 70-80% നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്പർ 1, നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ നമ്മളിങ്ങനെ തോരൻ, അവിയൽ, ഇതിനൊക്കെ നമ്മൾ വെജിറ്റബിൾസ് എണ്ണയിലിട്ട് നല്ല രീതിയിൽ ആദ്യം ഒന്ന് ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കത്തില്ലേ, അത് നല്ല രീതിയിലൊന്ന് കുറയ്ക്കുക. ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഈ വെജിറ്റബിൾസിനെ ഒന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. 1-2-3 മിനിറ്റ്, അതിൽ കൂടുതൽ സ്റ്റീം ചെയ്യരുത്, വെന്തുടഞ്ഞു പോകും. ഇതിലോട്ട് ഗ്രേറ്റഡ് കോക്കനട്ട് ഇടുക എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങ ചിരകിയിട്ട് വീണ്ടും അതിനെ അരയ്ക്കും, ഗ്രൈൻഡ് ചെയ്യും. അപ്പം നമുക്ക് ഒരുപാട് തേങ്ങ വേണ്ടി വരും. അപ്പം അങ്ങനെ ചെയ്യരുത്. ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ട് മസാലക്കൂടി ഇടുക. ഈ ടൈമിൽ നമുക്ക് ഈ കടുക് താളിക്കുന്നില്ലേ, അതൊന്ന് ആ ഒരു പ്രോസസ്സ് ഒന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരുമ്പോൾ അതിലുള്ള ഓയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ചോദിക്കും നമുക്ക് കടുക് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. കടുക് ഞാൻ പറഞ്ഞുതരാം. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ ഒരു ഹാൻഡ്ഫുൾ കടുക് എടുത്തിട്ട് ഒരു 1 or 2 ഡ്രോപ്സ് ഓയിൽ ഇട്ടിട്ട് ജസ്റ്റ് അതിനൊന്ന് നമ്മൾ പോപ്കോൺ ഒക്കെ അടച്ചു വെച്ചിട്ട് നമ്മളിങ്ങനെ പൊട്ടിത്തെറിപ്പിച്ചെടുക്കില്ലേ, അതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ഇതിനെ നല്ലൊരു ടിന്നിലാക്കി വെച്ചേക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കടുകും കൂടെ യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓയിലും കോക്കനട്ടും അതിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും.